കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നിസ്സീമമായ സ്വാഗതം. സാർ, മരണവീട്ടിൽ പോയാൽ എന്തിനാണ് കുളിച്ചിട്ട് കയറണം, വസ്ത്രമൊക്കെ മാറിയിട്ട് കയറണം എന്ന് പറയുന്നത്? മരണം എന്താണ് അശുദ്ധി ഉണ്ടാക്കുന്നത്? ഒരു ബാലായ്മ എന്താണ് അശുദ്ധി ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് അശുദ്ധി എന്ന് പറയുന്നത്? ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ജഡം, ശവമാകാണല്ലേ. ആത്മാവ് പോകുന്ന സമയമാണല്ലേ. ആത്മാവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജഡമായി, നമ്മൾ ഉറങ്ങുന്ന പോലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്നും ജഡമായിട്ട് കിടക്കുന്നുണ്ട്, ഉറക്കം ഒന്നും അറിയാതെ. ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ഉറക്കം. നമുക്ക് രണ്ട് മനസ്സുകളുണ്ട്, ബോധ മനസ്സും ഉപബോധ മനസ്സും ഉണ്ട്. ഞാൻ അറിയണമെങ്കിൽ എനിക്ക് ബോധമുണ്ടെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. ബോധമില്ലാത്തപ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ അറിയുന്നേ ഇല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും, ഞാൻ എന്ത് പ്രക്രിയ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, തലച്ചോറിലേക്ക് അതിൻ്റെതായിട്ടുള്ള ആജ്ഞ ചെല്ലുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഉപബോധ മനസ്സ് മാനസികമായിട്ടുള്ള കുഴപ്പമില്ല, മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകുമ്പോഴാണ് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് കിടക്കുന്നത്. ഉപബോധ മനസ്സിൽ കിടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വയ്യാത്ത. അപ്പോൾ നമുക്ക് രണ്ട് മനസ്സുണ്ട്. അപ്പോൾ ഉപബോധ മനസ്സുകൊണ്ടാണ് നമ്മൾ സ്വപ്നവും കാണുന്നത്. ബോധ മനസ്സ് എത്തുമ്പോഴാണ് ആ സ്വപ്നത്തിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കത്തില്ല അല്ലേ. അതുകൊണ്ടാണ് അപ്പം ബോധം പോയി, അല്ലെങ്കിൽ ശ്വാസം കൂടെ, ജീവാത്മാവും പരമാത്മാവും. ആ ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജഡമായി കഴിഞ്ഞപ്പോൾ നമ്മൾ വെറും ശവമാണ്. ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മവുമില്ലാതെ വെറും പട്ടിയെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ആ ശരീരവും നമ്മളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ശരീരത്തിൽ പല പരിണാമക്രിയകളും ആ സമയത്ത് നടക്കുന്നതാണ്. പഴയ കാലം തൊട്ട് ആചാര്യന്മാർ കണ്ടുപിടിച്ചു വച്ചിരിക്കുന്ന അതാണ്. ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അണുക്കളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഓറയിലും ഒക്കെ ഉണ്ടാവും. അവിടുത്തെ ശ്വാസം പോലും നമ്മൾ ശ്വസിക്കുന്നത് ദോഷമാണ്. അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുന്നത് അശുദ്ധിയാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ശവം കാണാൻ പോയാൽ, അല്ലെങ്കിൽ ഒരു മരണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അശുദ്ധി എന്ന് തന്നെയാണ് ജ്യോതിശാസ്ത്രം വിധിക്കുന്നത്. ശുദ്ധമില്ലാത്തടമാണ് അശുദ്ധി അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളോ ദുരിതങ്ങളോ അതിൻ്റെ ഓറയിലോ നമ്മുടെ ഓറയിലോ ഉള്ള എന്തെങ്കിലും ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ, മഹാലക്ഷ്മി വാഴുന്ന വീടാണെങ്കിൽ നമ്മുടെ ചൈതന്യാവസ്ഥയ്ക്ക്, നമ്മുടെ പോസിറ്റീവ് എനർജിക്ക്, അവിടെ ഇട്ടിരിക്കുന്ന യന്ത്രങ്ങൾക്കും അല്ലെ രക്ഷായന്ത്രങ്ങൾക്കും ഭൂമി രക്ഷായന്ത്രങ്ങൾക്കും ഒക്കെ ദോഷം വരാതിരിക്കാനാണ് നമ്മൾ കുളിച്ചിട്ട് വീടിനുള്ളിൽ കയറണമെന്ന് പറയുന്നത്. വസ്ത്രം പോലും മാറി വേണം. നേരത്തെയൊക്കെ ആൾക്കാരുണ്ട്, എന്താണെന്ന് ചോദിച്ചാൽ നേരെ വന്ന് കുളിക്കും. വെളിയിൽ നിന്ന് കുളിച്ചിട്ട് ഇട്ട വസ്ത്രം കൈകൊണ്ട് എടുത്തിട്ട് അകത്തം കീറും. പിന്നെ കുളിച്ചിട്ട് എന്താണ് പറയാനോ, വസ്ത്രമില്ലാണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഉടുത്തു കൊണ്ടുപോകുന്നിരിക്കുന്ന നാട്ടിലെ വസ്ത്രം മാറ്റിയതിന് ശേഷം മാത്രമേ വേറെ വസ്ത്രം ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അകത്ത് കയറാവൂ എന്നാണ് പറയുന്നത്. അത് അത്യന്തം ദോഷമാണ്. മരിച്ചതിന് ശേഷം, അതുപോലെ തലമുടി വെട്ടിയതിന് ശേഷം വീടിനുള്ളിൽ പ്രവേശിക്കുക, ഇതൊക്കെ എന്താ പറയുക, ശാസ്ത്രീയമായിട്ടും പറഞ്ഞ ചെറിയ ചെറിയ മുടികൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ ഉള്ളിൽ പോയി പല പല മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധമായിരിക്കണം, എപ്പോഴും മനസ്സ് ശരീരം ശുദ്ധമായിരിക്കണം, അതിനുവേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. അതുപോലെ നമ്മൾ പ്രസവ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ബാലായ്മയാണ് ഏറ്റവും വലിയ ശുദ്ധി എന്നാണ് പറയുന്നത്. ഇത് ശുദ്ധം തന്നെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ശുദ്ധം തന്നെ, പക്ഷേ അതിനെ നമ്മൾ അശുദ്ധിയായിട്ട് കണക്ക് കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുളിച്ചും വൃത്തിയും ശുദ്ധമൊക്കെ ആയിട്ട് വീട്ടിൽ കയറിയാൽ നമ്മുടെ വീടിനുള്ള അല്ലേ മഹാലക്ഷ്മി ഒരു ചേഷ്ടയോടോ അല്ലെങ്കിൽ ഒരു ദോഷത്തിനോടോ മാറിപ്പോത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ നിശ്ചയവുമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.